നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. താൽക്കാലികമായി നിങ്ങൾ വിജയിച്ചേക്കാം, എന്നാൽ ഏതൊക്കെ ചെകുത്താന്റെ ശക്തികൾ വിചാരിച്ചാലും ഭാരതമാതാവിനെ തകർക്കാനാവില്ല എന്ന് വിളംബരം ചെയ്തുകൊണ്ട് ബീഹാറിലെ രാജ്ഗീറിൽ നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യാനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സർവകലാശാലയായി അറിയപ്പെട്ടിരുന്ന നളന്ദ വിശ്വവിദ്യാലയത്തെ ഇസ്ലാമിക ആക്രമണകാരികൾ 12ാം നൂറ്റാണ്ടിലാണ് ആക്രമിച്ച് കീഴടക്കുകയും നശിപ്പിക്കുകയും ചെയ്തത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ താമസിച്ചു പഠിച്ചുകൊണ്ടിരുന്ന നളന്ദ സർവകലാശാല അന്ന് ലോകത്തെ നിലനിന്നിരുന്നതിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു. ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് നളന്ദ സർവകലാശാലയിലെ ഗ്രന്ഥശാലകളിൽ വിദ്യാർത്ഥികളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നത്. തങ്ങളുടെ മതപുസ്തകമല്ലാതെ മറ്റൊന്നിനെയും പരിഗണിക്കാൻ തയ്യാറാകാതിരുന്ന കാട്ടാളന്മാർ ഈ ഗ്രന്ഥശാലയ്ക്ക് തീയിടുകയായിരുന്നു. ഗ്രന്ഥശാല മുഴുവൻ കത്തിത്തീരാൻ മാസങ്ങളാണ് എടുത്തതെന്നാണ് ചരിത്രം പറയുന്നത്. ഈ ക്രൂരകൃത്യത്തെക്കുറിച്ച് ഒരു പരാമർശവും നടത്താതെയാണ് നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങൾ കടന്നു പോകുന്നത്. 5ാം നൂറ്റാണ്ടിൽ ഹിന്ദു രാജാവായ കുമാരഗുപ്ത ചക്രവർത്തിയാണ് ഈ ബുദ്ധമത സ്ഥാപനം രൂപീകരിച്ചത്. 12ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ആക്രമണകാരി ബക്തിയാർ ഖിൽജി ആക്രമിച്ച് നശിപ്പിക്കുന്നതുവരെ നളന്ദ സർവകലാശാലയുടെ അന്താരാഷ്ട്ര പ്രസക്തി അതിന്റെ ഉന്നതിയിലായിരുന്നു. ചൈന, മംഗോളിയ, ടിബറ്റ്, കൊറിയ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ എത്തിയിരുന്നു. അധ്യാപകന്റെ നിലവാരം ഇവിടെ വളരെ ഉയർന്നതായിരുന്നു. 12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അക്രമകാരിയായ ബക്തിയാർ ഖിൽജി ആശ്രമം തകർക്കുകയും ബുദ്ധ സന്യാസിമാരെ കൊല്ലുകയും വിലപ്പെട്ട ലൈബ്രറി അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്കും യൂറോപ്പിലെ ഏറ്റവും പഴയ സർവകലാശാലയായ ബോഗ്നോയ്ക്കും 500 വർഷത്തിലേറെ മുൻപ് നിലനിന്നിരുന്ന നളന്ദ അഭിവൃദ്ധി പ്രാപിച്ചത് 7 നൂറ്റാണ്ടുകളിൽ നളന്ദ സർവകലാശാല പോലെ മറ്റൊന്ന് ലോകത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ മാത്രമല്ല, ഏഷ്യയിലെ തന്നെ സാംസ്കാരിക പുരോഗതിക്ക് നളന്ദ സർവകലാശാല വഹിച്ച പങ്ക് നിസ്തുലമാണ്. അത്തരത്തിലുള്ള ഒരു വിശിഷ്ട സ്ഥാപനത്തെയാണ് ഒരു കൂട്ടം മതഭ്രാന്തന്മാർ തങ്ങളുടെ മതത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് നിഷ്കരണം തകർത്ത് കളഞ്ഞത്. കപട മതേതരത്വത്തിന്റെ പേരും പറഞ്ഞ് ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ക്രൂരകൃത്യത്തെ കുറിച്ച് കൂടുതൽ ഒന്നും പഠിക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത. ബുധനാഴ്ച രാവിലെ 9:45 പ്രധാനമന്ത്രി നളന്ദയുടെ അവശിഷ്ടങ്ങൾ സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. നളന്ദയുടെ അവശിഷ്ടങ്ങൾ 2016 UN പൈതൃക സെനറ്റായി പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ 10:30 അദ്ദേഹം നളന്ദ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 17 രാജ്യങ്ങളിൽ നിന്നും മിഷൻ മേധാവികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഒരുപക്ഷെ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തോളമോ അതിനപ്പുറമോ പ്രാധാന്യം ലഭിക്കേണ്ട ഒന്നാണ് നളന്ദയുടെ പുനരുജ്ജീവനം. ഏതൊക്കെ ചെകുത്താന്മാർ ശ്രമിച്ചാലും ഭാരതമാതാവിനെ തകർക്കാൻ കഴിയില്ല എന്നതിന്റെ വിളംബരം കൂടിയാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്താൻ പോകുന്ന ഈ ഉദ്ഘാടനം.